നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസും അതിനോടനുബന്ധിച്ചിട്ടുള്ള നേത്ര അസുഖങ്ങളെ പറ്റിയുള്ള ഒരു ആയുർവേദ വിവരണമാണ്. പ്രധാനമായിട്ടും ഡയബറ്റീസ് ഒരു 8 വർഷം അല്ലെങ്കിൽ 10 വർഷമെല്ലാം ആകുമ്പോൾ രോഗികൾ അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ അത് പ്രത്യേകമായിട്ട് നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അലസമായ ജീവിതം നയിക്കുകയോ ചെയ്യുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിശ്ചിതമായിട്ടുള്ളൊരു അളവ് പോലെ അതിന് നിശ്ചയിച്ചിട്ടുണ്ട്. ഏകദേശം ഫാസ്റ്റിംഗ് 100-110 മില്ലിഗ്രാം ഡൈല്യൂഷൻ, അല്ലെങ്കിൽ ആഹാരം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 130-140 ഡൈല്യൂഷൻ. ഈ ഒരു അളവിന് മുകളിൽ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു 7-8 വർഷം കഴിയുമ്പോൾ ഈ യഥാർത്ഥത്തിലുള്ള രക്തത്തിലെ പഞ്ചസാര തന്നെ അത് രക്തക്കുഴലുകളെ അത് ദ്രവിപ്പിക്കുകയും അവയുടെ ചെറിയ ചെറിയ രക്തക്കുഴലുകളിലേക്കുള്ള പ്രവാഹത്തിൽ മാറ്റങ്ങളുണ്ടായിട്ട് അവിടെ ലീക്കേജ് സംഭവിക്കുകയും ചെയ്യുന്നു. അത് വൃക്കകളിലായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നു. ഞരമ്പുകൾക്ക് ക്ഷീണം സംഭവിക്കുകയാണ്, കൈകാലുകൾക്ക് മരവിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നു. ഈ ഒരു അവസ്ഥ കണ്ണുകളിൽ വ്യാപിക്കുമ്പോൾ, കാരണം കണ്ണുകളിലാണ് സൂക്ഷ്മമായിട്ടുള്ള രക്തക്കുഴലുകൾ ധാരാളമായിട്ടുള്ളത്. ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ അടങ്ങിയിട്ടുള്ളത് കണ്ണുകളിലെ റെറ്റിനയിലാണ്. അപ്പോൾ ഈ റെറ്റിനയിലെത്തുന്ന ഈ രക്തക്കുഴലുകൾക്ക് ഈ ഷുഗർ അടങ്ങിയ പഞ്ചസാര കൂടുതലടങ്ങിയ രക്തത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അവിടെയായിട്ട് ലീക്കേജുകൾ പുറത്തേക്ക് അത് ലീക്ക് ചെയ്ത് പോകുന്നു. ഈ ലീക്ക് ചെയ്ത് പോകുന്ന രക്തം റെറ്റിനയ്ക്കുള്ളിൽ വ്യാപിച്ചിട്ട് അത് പെട്ടെന്നുള്ള കാഴ്ച തകരാറിനെ ഉണ്ടാക്കുന്നു. അതാണ് സാധാരണഗതിയിൽ ഡയബറ്റീസ് ഉള്ള രോഗികൾ 7-8 വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് കണ്ണ് കാണാതായി അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി എന്നാണ് കംപ്ലയിൻറ്റ് ചെയ്യുക. അത് അന്നുണ്ടായിട്ടുള്ളൊരു അസുഖമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ ഡയബറ്റീസ് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗികൾ അതിൽ ഷുഗറിൻ്റെ തോത് നിയന്ത്രിച്ച് നിർത്തുവാനായിട്ടും പ്രധാനമായിട്ടും വ്യായാമത്തിൽ കൂടെ, എല്ലാത്തിനും ഔഷധമെന്ന ഒരു രീതി മാറ്റിയിട്ട് അവർക്ക് വ്യായാമത്തിൽ കൂടി ചെയ്യാൻ സാധിക്കുന്ന പഞ്ചസാരയുടെ നിയന്ത്രണം വളരെയധികം ചെയ്യുക, ഡയറ്റിൽ കൂടിയുള്ള പഞ്ചസാരയുടെ നിയന്ത്രണം വളരെയധികം ചെയ്യുക. അതിനു ശേഷം മാത്രമാണ് ഗുളികകളോ ഔഷധങ്ങളോ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിലും നിവൃത്തിയില്ലാതെ ചില ടൈപ്പ് 1, ടൈപ്പ് 2 എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള ഡയബറ്റീസുകൾ, ചിലതിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ ഒട്ടും തന്നെ ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ അതിന് പകരമായിട്ട് ഇൻസുലിൻ കൊടുത്തു തന്നെ തീരണം. അപ്പോൾ അതിന് ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ അതിന് എമർജൻസി അടിയന്തരമായ ചികിത്സ എന്ന രീതിയിൽ ഇൻസുലിൻ ഇഞ്ചക്ഷനാണ് ചെയ്യുന്നത്. ആ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ പോലും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ ഔഷധങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇൻസുലിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും തദ്വാര അത് ഇൻസുലിൻ്റെ അളവിനെ നിയന്ത്രിക്കുവാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച വൈകല്യത്തെ 2 രീതിയിലാണ് ആയുർവേദം കാണുന്നത്. ഒന്ന്, ഡയബറ്റീസ് എന്ന അസുഖത്തെ മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് വിട്ടു പോകാതെ സൂക്ഷിക്കുകയും അതോടൊപ്പം ഈ റെറ്റിനയിൽ കൂടിയ ബ്ലഡ് അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഈ ലീക്കേജ് നിയന്ത്രിക്കുകയും ആ പുറന്തള്ളിയ രക്തത്തെ വലിച്ചെടുക്കുന്നതിനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ വർദ്ധിപ്പിക്കുകയുമാണ് ആയുർവേദ ഔഷധങ്ങളും ചികിത്സയും ചെയ്യുന്നത്. അതിന് ധാരാളമായിട്ടുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ അതിന് ഉപദേശിക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് യോഗവസ്തി എന്ന് പറയുന്ന, നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പറയാമെങ്കിൽ എനിമ കൊടുക്കുന്ന സമ്പ്രദായത്തിൽ ഔഷധങ്ങൾ പ്രവേശിപ്പിച്ചിട്ട് അതിൻ്റെ ഫലത്തെ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ വ്യാപിക്കുവാനായിട്ട് എനിമ മാർഗത്തിൽ കൂടി അല്ലെങ്കിൽ ഗുദമാർഗത്തിൽ കൂടി ചെയ്യുന്ന ചികിത്സ സഹായിക്കും. അതോടൊപ്പം തന്നെ തക്രധാര പോലുള്ള പിത്തത്തെ തണുപ്പിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ചികിത്സകളും തർപ്പണം മുതലായ ഔഷധങ്ങളും എല്ലാം ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ കാഴ്ച വർദ്ധിപ്പിക്കുന്നതിനും അകത്തേക്ക് പ്രവേശിച്ച രക്തത്തിൻ്റെ തോതിനെ കുറച്ചു കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. ഇത് നശിച്ചുപോയ കാഴ്ച വർദ്ധിക്കുവാനും അത് വീണ്ടും കൂടുതൽ വ്യാപ്തി ഉണ്ടാക്കാതെ കണ്ണുകൾക്ക് ദീർഘകാലം അതിനെ കാഴ്ചയെ സംരക്ഷിക്കുവാനായിട്ടും ഉപകരിക്കുന്നുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതിയും അതിൻ്റെ ഏകദേശ ഒരു വിവരണമാണ് ഞാനിവിടെ നൽകാൻ ശ്രമിച്ചത്. അതിൻ്റെ ഒരു ആശയം ശ്രോതാക്കൾക്ക് അത് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഏതായാലും മറ്റൊരു അസുഖമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.
ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ നമ്പർ 9446593707. ഇമെയിൽ